1384 ഓസ്ട്രിയയിലെ സീഫെൽഡ്. അവിടുത്തെ ഒരു കൊച്ചു പട്ടണമാണ് സ്ലാഷ്ബർഗ്. പെസഹ വ്യാഴാഴ്ച ദേവാലയത്തിൽ കുർബാന മധ്യേ വാഴ്ത്തുന്ന വലിയ തിരുവോസ്തി തനിക്കും ലഭിക്കണമെന്ന് സ്ലാഷ്ബർഗിലെ പ്രഭുവായ ഓസ്വാൾഡ് മിൽസർ ആഗ്രഹിച്ചു. പെസഹ വ്യാഴാഴ്ച വാഴ്ത്തുന്ന വലിയ തിരുവോസ്തി ഇടവകയിലെ പ്രമുഖർക്ക് ഒരു അംഗീകാരമായി കൊടുക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. താനും സമൂഹത്തിലെ ഉന്നതനാണ്, അതിനാൽ തനിക്കും വലിയ തിരുവോസ്തി ലഭിക്കണം. ഇതായിരുന്നു ഓസ്വാൾഡ് മിൽസറുടെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ഒരു അംഗീകാരമായി ഓസ്വാൾഡ് മിൽസറിൻ്റെ നാവിലും പുരോഹിതൻ വലിയ തിരുവോസ്തി നൽകി. തിരുവോസ്തി സ്വീകരിച്ച ഉടൻ ഓസ്വാൾഡ് നിൽക്കുന്ന സ്ഥലം ഇളകാൻ തുടങ്ങി. വീഴാതിരിക്കാൻ അയാൾ അൾത്താരയിൽ മുറുകെ പിടിച്ചു. പെട്ടെന്ന് തന്നെ വൈദികൻ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തിരുവോസ്തി തിരിച്ചെടുത്തു. തൽക്ഷണം തറയുടെ ചലനം നിന്നു. തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. മാക്സിമിലിയൻ ചക്രവർത്തി ഈ അത്ഭുതത്തിന് വളരെയേറെ പ്രാധാന്യം നൽകി. വിശുദ്ധ ഓസ്വാൾഡിൻ്റെ ദേവാലയത്തിൽ ഈ തിരുവോസ്തിയും തിരുരക്തവും ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. എളിമയുടെ പ്രതീകമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഈശോയുടെ തിരുശരീരത്തെ സ്വീകരിക്കുന്ന ഞങ്ങളിൽ എളിമയെന്ന പുണ്യം നിറയ്ക്കാൻ കനിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.